പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇന്ന് പകലിൽ നമ്മൾ നിറഞ്ഞവരായി മാറി അതിനുശേഷം ദൈവം നമ്മെ വിസിറ്റ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പ്രസംഗിക്കണമെന്നാണ് ഞാൻ മാനുഷ്യത്തിൽ ബുദ്ധിയിൽ ചിന്തിച്ചത്. Pastor was hoping to pray about what would happen if we were filled in the Holy Spirit and then Jesus visits us today. That's what he was ഒരുവന്റെ മേളിൽ വിസിറ്റേഷൻ വന്ന് എന്തൊക്കെ നടക്കുമെന്നുള്ളതാണ് ഞാൻ പ്രസംഗിക്കാനിരുന്നത്. What he was thinking to preach about today was what would happen if Jesus visited us. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വായിച്ച ആ വാക്യത്തിനകത്തോട് തന്നെ ചേർന്ന് ഒന്ന് പോയി അതിനുശേഷം പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. But because the Holy Spirit is motivating me, I'm going to go back to whatever we spoke in the evening and pray after that. ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പറഞ്ഞ ദൈവം ഇതിനകത്ത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. The God that is with me is a God of completion. അത് കൊതിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. Those who believe that only praise him. ഞങ്ങളെ ഓൺലൈനിൽ കൂടെ വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരും നിങ്ങളും അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Please keep praying. അവരും ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ. The Holy Spirit will fill you tonight. ആമേൻ. Amen. ആമേൻ. ഇന്ന് വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. Let's go to the verse that we spoke this evening. ഇന്ന് രാവിലെ നമ്മൾ വായിച്ചത് ജോവൽ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. From the 2nd chapter 26th verse. Job. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. My people shall never be ashamed. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല. അടുത്ത വാക്യം. അതിനുശേഷമോ ലജ്ജിച്ചു പോകത്തില്ല. അതിന് അടുത്ത വാക്ക് പറയുന്നു, അതിനുശേഷമോ എന്റെ ജനത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരും. The verse says they will not be ashamed, and the next verse says his spirit will be poured out upon them. അതിനുശേഷമോ എന്റെ ജനത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരും. Afterward that I will pour out my spirit upon their flesh. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അത് പൂർത്തീകരിക്കും. Tonight my flesh says it, but the Holy Spirit will fulfill it. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ മോശ ആഗ്രഹിച്ചു. Like I said this morning, Moses wanted it, desired it. പക്ഷേ ജോവേൽ പ്രവചിച്ചു. Joel prophesied. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അത് നിറവേറി. But it was fulfilled in Acts chapter 2. ഇന്നും അത് നടക്കുന്നുണ്ടെങ്കിൽ, even if it's happening today, ഇന്ന് രാത്രി 8-ാമത്തെ രാത്രിയിൽ on today the 8th night, ഇവിടുത്തെ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. this fasting prayer shall happen as well. ആ ദൈവം ഇന്നലകളുടെ ദൈവമല്ല. That God is not the God of yesterday. അവൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, not only the God of yesterday, അവൻ ഇന്നിന്റെ ദൈവമാണെങ്കിൽ God of today. ഞാൻ വിശ്വസിക്കുന്നു I believe ഈ വചനത്തിന്റെ നിവർത്തീകരണം this word will be fulfilled ഈ today. സഭയ്ക്കകത്ത് In this church, നിന്റെ സമയം വന്നാൽ, in this congregation. ഇന്നലെ നമ്മൾ കേട്ടു, Yesterday we heard, ഇന്നലെ രാത്രി നമ്മൾ കേട്ടു, tonight we heard, സമയമായാൽ അപ്പോയിന്റ്മെന്റ് ടൈം വന്നാൽ if it is the time of appointment, വേറൊരാൾക്ക് അവിടെ കയറി പോകാൻ പറ്റത്തില്ല. no one else can get in there. സ്തോത്രം, Praise God. സ്തോത്രം. Praise God. നിനക്ക് പകരക്കാരനായിട്ട് വേറൊരാൾ പോകാൻ പറ്റത്തില്ലെന്ന്. No one else can go in there. നീ പോയാലേ ചിലത് നടക്കത്തുള്ളൂ. It only happen if you go ഇന്ന് tonight. പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെങ്കിൽ, The Holy Spirit says I will bring my spirit upon every ആത്മാവ് person. പകർന്നാൽ, Spirit on everyone. ആത്മാവ് പകർന്നാൽ This Holy Spirit on everyone today. ചില നുകങ്ങളെ നിനക്ക് ഓടിക്കാൻ പറ്റും. യോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. You can break some yokes. ആമേൻ. ഓക്കേ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് In Acts 2, അവർ ഒന്നിച്ച് കൂടിയിരുന്നപ്പോൾ, നമ്മളെ പോലെ ഒന്നിച്ച് കൂടിയിരുന്നപ്പോൾ, just like in Acts 2 we have come together അവരുടെ today. ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. ഞാനൊരു റിവിഷൻ പോലെ കയറി പോവാണ്.
The Holy Spirit came to them when they all gathered together. ഇന്ന് പകല് നമ്മൾ ചിന്തിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരെല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. They all gathered together and they started speaking in tongues. What did they speak in? അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം ഇന്ന് പ്രാപിച്ചോണം. Everyone who hasn't spoken in tongues will കാരണം speak in അടുത്ത tongues today. ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗിനകത്തെല്ലാം ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ ചുമക്കുന്നവരാകണം. Because in the next meetings you should become people who carry the glory of God. കാരണം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന അഭിഷിക്തന്മാരിൽ ചുമക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അത് നിങ്ങളുടെ മേലിലേക്കും പകരപ്പെടുന്നതാണ്. There is a glory that is carried by the people who will be coming here, the pastors who will be coming here. You ഞാൻ have to carry that as ഇംപാർട്ടേഷനിൽ well. വിശ്വസിക്കുന്ന ഒരുവനാണ്. Are there people who believe this today? ഞാൻ ഇംപാർട്ടേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. Are there people who believe this കാരണം today? ക്രിസ്തു നമുക്ക് വേണ്ടി തന്നതാണിത്. Because God has given it to ഇത് us. സൗജന്യമായി നമുക്ക് തന്നതാണെങ്കിൽ It is free for us. നീ പലർക്ക് കൊടുക്കാനുള്ളതാണ്. You are supposed to give it to. ഇന്ന് പകലിൽ ചിലവർക്ക് പരിശുദ്ധാത്മാവിലുള്ള ഒരു അഭിഷേകത്തെ കൈകാര്യം ചെയ്യാൻ അതോറിറ്റികൾ സ്വർഗം ഇന്ന് പകൽക്കാലം ഇടും. Heaven is giving you authority over giving gifts to the Holy Spirit today. ഇരുട്ടിൽ കിടക്കുന്ന നിക്ഷേപങ്ങളെ എടുക്കാനുള്ള ഒരു അധികാരം ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ച ചിലർക്ക് വേണ്ടി സ്വർഗം ഇടാൻ ആഗ്രഹിക്കുക. Heaven is desiring to give you this authority. ആമേൻ. Amen. എന്നിട്ട് നമ്മൾ വായിച്ചു മറിയോട് അല്ലെങ്കിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ മേളിൽ അത്യന്ത ശക്തി വരും. Was in the Bible it says that that spirit will come over you. അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് മറിയ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം ദൂതൻ അവളോട് പറയുകയാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. When the angel approaches Mary, she is asking how will this happen, and the angel says to her, it will happen, it will come upon you, the Holy Spirit will come upon you. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്നിൽ നിഴലിടും. In the next verse it says this strength of forever will be in you. ഇന്ന് പകലിൽ അടുത്തിരിക്കുന്നവരോട് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോണം, ഇന്ന് എന്റെ മേളിൽ ആ അത്യന്ത ശക്തി നിഴലിടും. Say to the person next to you that strength will be in me as well. നിഴലിടും. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുകളിൽ ഓവർ ഷാഡോ ചെയ്യും. ജീസസ്. അത്യന്ത ശക്തി വന്നാൽ ഇന്ന് പകലിൽ നമ്മൾ പറഞ്ഞു അടുത്ത വാക്ക് നടക്കുന്നത് ഇല്ലാത്തത് ഉളവാകും. When that spirit comes over you, what is not present will be present. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് അത്യന്ത ശക്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അത് പ്രാപിക്കാൻ മനസ്സോടെ ഇരിക്കുന്ന ചിലതിനെ കർത്താവ് നിറയ്ക്കും. God is saying those who desire it, God will fill. Those who desire it, God will fill. The mighty power. Shabrakala Rebakatala Mahasmitiri Jagal Kamanagasi Prabani Lucas ഒന്നിന്റെ 35 വാക്യമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസ് ബുക്ക് ഓഫ് ലൂക്ക് 1 verses 35. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. The power of the highest. നോക്കിയേ സാധാ പവർ അല്ല. നമുക്കൊരു 11 kV പോയി നമുക്ക് കൈ തൊടാൻ പറ്റുമോ? It's not a normal power. Can you go and put your finger in like 11K voltage, I guess? നമ്മുടെ വീട്ടിലെ ബാറ്ററിക്കകത്ത് നമുക്ക് കൈ വെക്കാം. Yeah, can you put your finger inside a battery? 11 kV ആരെങ്കിലും പോയി കൈ വെച്ചിട്ട് ജീവനോട് ഇരിപ്പുണ്ടോ? Is there anyone alive who has done that? ഉള്ളവരുണ്ടോ? ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഹയസ്റ്റ് പവറാണ്. 220 അല്ലെങ്കിൽ 220 വോൾട്ട്സ് അതിനകത്തൊക്കെ പോയി കൈ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജീവനോടുണ്ടോ? You will not be alive if you put your finger in that battery. That is the highest voltage. പരിശുദ്ധാത്മാവാകുന്ന ആ പവറിനെ തിരിച്ചറിഞ്ഞാൽ, If the Holy Spirit comes and gives you that power,
ആ പവറിനെ നീ തിരിച്ചറിഞ്ഞാൽ, if you recognize that power, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞാൽ, if you recognize the power that is within you, നിന്റെ അകത്ത് കിടക്കുന്ന അന്യഭാഷ പറയുന്ന നിന്റെ പവർ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, if you realize the power that is inside you that says ഇന്ന് രാത്രി ഇതിനകത്ത് ഇങ്ങനെ മൗനമായി ഇരിക്കത്തില്ല. you would not sit here quietly. അത്യന്ത ശക്തി എന്റെ മേൽ വന്ന, If the highest power comes inside of me, നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിച്ചപ്പോഴേ ഈ ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞല്ലേ? the elephant doesn't know the size of its own. അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആനയുടെ വലിപ്പം ആനയ്ക്ക്. The elephant doesn't know how big it is. പക്ഷേ But ആനയ്ക്ക് ഒരു പ്രാവശ്യം മനസ്സിലായാൽ, if the elephant one day understands, അവൻ അവിടെ ഒരു 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 എന്താ പറയുന്നേ, അവിടെ ഒന്ന് നീരാടും അല്ലേ? he won't just sit there, he'll be spinning around, he'll be moving. എന്ന് പറഞ്ഞാൽ അവന്റെ ശക്തി അവന് മനസ്സിലായെന്ന് അർത്ഥം. If he understands his strength, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് കൈമാറാം. I'm going to prophesy over you today. നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ, The strength that is in the spirit within you, നീ മനസ്സിലാക്കിയാൽ, if you understand that നീ spirit, അതിന്റെ മേലെ കൈവച്ചാൽ, if you put your hand over that strength, ഇന്ന് ആരോടൊക്കെ ദൂതായി കൈമാറുന്നു? God is giving this to someone today. നിന്റെ ജീവിതത്തെ ഇളക്കി മറിക്കാൻ പറ്റുന്നതാ. It will turn your life around. നിന്റെ സഭയുടെ മുകളിൽ കിടക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ It will destroy the realm of the enemy in the church today. It will destroy the mighty power. the mighty power. ഇത് കൊതിക്കുന്ന ദൈവമക്കളുണ്ട് ഇതിനകത്ത്. Are there people who desire this today? ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുക, അടുത്തൊരു ലെവൽ കയറിയേ പറ്റൂ. I'm desiring it for myself. I'm desiring another level. കാരണം എന്തെന്നറിയാമോ, ഈ ആത്മശക്തി കൊണ്ട് പോരാ, ഇനി അടുത്തൊരു ലെവലിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നിന്റെ കൈകൊടുപ്പിനകത്ത് ഇന്ന് പകലിൽ പറഞ്ഞതുപോലെ അടുത്ത വാക്ക് ഈ മറിയ ചെന്ന് എലിസബത്തിനോട് പറഞ്ഞപ്പോ അകത്ത് കടന്നത് തുള്ളിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മൈറ്റി പവറിനെ ക്യാരി ചെയ്ത നിന്റെ ശബ്ദത്തിനകത്ത്, നിന്റെ കൈക്കകത്ത് If the baby inside Elizabeth is able to move, then I believe the spirit inside of you will move as well. Shebrekeria lebekatelemo shiatili probesbiatiri. ഈ പവർ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ കൈമാറണം. We have to give this to our ഈ generations. അഭിഷേകത്തെ തലമുറകൾക്ക് കൈമാറണം. We have to give this to our generations. കൈമാറിയ ഇവർ ചെല്ലുന്നിടത്തല്ല, ഇവർ കൈവെക്കുന്നിടത്തല്ല ആ സാന്നിധ്യം ചലിച്ചാൽ ഇവരുടെ കൂടെ ദൈവമുണ്ടെന്ന് ഇവർ മനസ്സിലാക്കിയാൽ ഇവരെങ്ങോട്ട് പോകത്തില്ല. കാരണം ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്യുന്നവനാണ്. അവൻ ഒരു മനുഷ്യനെ കൈക്ക് പിടിക്കുന്നത് പോലെ. Because they will be guided by the Holy Spirit wherever they go. Hey rabakala shabrakatala mahasmi antini. Amen. 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 നമ്മൾ ഇന്ന് ഉച്ചവരെ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. This is where we ended. കാരണം അടുത്ത വാക്ക് പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യേശു എവിടോട്ട് പോയി? ഗദരദേശത്തേക്ക് പോയി. The Spirit-filled Jesus, where did he go to? He went to Gadaresh. അവിടെ കാണാൻ പറ്റുന്നത് പോകുമ്പം തന്നെ പ്രതിസന്ധിയാണ്. When he goes there, it's calamity in itself. The second he goes there. അവർ അക്കരയ്ക്ക് പോകുന്നു എന്ന്, അല്ലെങ്കിൽ ഗദരദേശത്തേക്ക് പോകുമ്പം തന്നെ കാറ്റ് അവർക്ക് പ്രതികൂലമായി മാറി. The wind itself was against them on their way there. ചില വിടുതലുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ചില കാറ്റുകൾ നിനക്ക് ഉണ്ടാകും. If you're seeing some bondages breaking, then know that there will also be winds and storms. ചില കാറ്റുകൾ നിനക്ക് അടിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് അടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, നിന്റെ വാഗ്ദത്തം നിറവേറാൻ സമയമായി. Oh, praise God. If there are winds blowing in your life, know that the breakthrough is near. Know that the breakthrough is near. ചില കാറ്റ് നിനക്ക് പ്രതികൂലമായി മാറിയത് അത് നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ദൈവം. If there is a wind in your life, know that God will change it for good. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ, There's only one God, there's only one Holy Spirit. പരിശുദ്ധാത്മാവിൽ ഒരുവൻ നിറഞ്ഞാൽ, If there's one who fills in the Holy ഞാൻ Spirit, ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ, നമ്മൾ തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ, അവന്
എന്ന് പറഞ്ഞാൽ ഡെൻസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് പിശാചിന് പേടിയില്ല. There's no fear for the person called Denson. പക്ഷേ ഡെൻസന്റെ മുകളിൽ കിടക്കുന്ന അഭിഷേകത്തെ പിശാചി പേടിക്കുന്നുണ്ട്. But the Holy Spirit inside of Pastor, the enemy is scared of that. ജീസസിനെ പിശാചി പേടിച്ചത് എന്തുകൊണ്ടെന്നറിയാമോ? You know why the enemy was scared? അവന്റെ മേളിൽ ആത്മാവുണ്ടായിരുന്നു. Because the Holy Spirit was upon him. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് തിരുവചനം പറയുന്നു. He was Holy Spirit filled is what the Bible says. ലൂക്കോസ് 4:1. Luke 4:1. അത് മലയാളത്തിലും കൂടെ ഒന്ന് വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. Jesus got filled in the Holy Spirit and returned from Jordan and into the wilderness. ഈ ആത്മാവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? Are there people who desire this Holy Spirit here today? പരിശുദ്ധാത്മാവിൽ ഒന്ന് നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടോ? Are there people who desire to be filled in the Holy Spirit today? സ്തോത്രം 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 സ്തോത്രം. യേശു പോകുന്നിടത്തെല്ലാം പ്രതിസന്ധികൾ വരാനുള്ള കാര്യമെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അവന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവ് ഉള്ളത് കൊണ്ട് പിശാച് അവനെ പേടിച്ചിരുന്നു. I believe that there were so many tribulations wherever Jesus went because the enemy was fearful of the Spirit over Jesus. ഗദരദേശത്തേക്ക് യേശു കാൽ വെച്ചാൽ അവിടുത്തെ ഭൂതങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ലഗിയോൻ അവിടെ നിന്ന് പുറത്തു പോകുമെന്ന് പിശാചിന് മനസ്സിലായതുകൊണ്ടാണ്. The enemy knew that the demons in that place would go the second Jesus stepped foot there. പക്ഷേ ലഗിയോൻ അല്ല ജയമുള്ളത്, അഭിഷേകം നിറഞ്ഞ യേശുവിനാണെങ്കിൽ ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില കാറ്റുകളെ ശാന്തമാക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ആത്മാവിൽ നിറഞ്ഞാൽ മതി. All you have to do is be filled in the Holy Spirit. Hallelujah. Praise you, Jesus. ആര് കൊതിക്കുന്നവരുണ്ട് അപ്പ എന്നെ ഒന്ന് നിറയ്ക്കണേ. ഓ ശരബകതല ജീവിതത്തിന്റെ പടകിനകത്തെ കടിക്കുന്ന ചില കാറ്റുകൾ നീ തീർന്നു, നീ പടക തകർന്നു എന്ന് ചിന്തിക്കുമ്പോ ഇതാ സ്വർഗ്ഗം പറയുക, ആത്മാവുള്ളവർ ചാടി എഴുന്നേറ്റ അവന്റെ വാക്കിനകത്ത് എത്ര കാറ്റടിച്ചാലോ പ്രകൃതി പോലും അവന്റെ മുമ്പിൽ കീഴടങ്ങി. Even nature bowed before him. കാരണം പരിശുദ്ധാത്മാവുള്ളവന്റെ മുമ്പിൽ കീഴടങ്ങും. Because whoever has the Holy Spirit, nature will bow before them. പരിശുദ്ധാത്മാവുള്ളവന്റെ മുമ്പിൽ പൈശാചിക മണ്ഡലം കീഴടങ്ങും. Demon bondages will break in the front of the person who's filled with the Holy Spirit. പരിശുദ്ധാത്മാവുള്ളവന്റെ മുമ്പിൽ പൈശാചിക മണ്ഡലം അറസ്റ്റഡ് ആകും. The demonic bondages will be arrested in the face of പരിശുദ്ധാത്മാവുള്ള സഭയുടെ മുമ്പിൽ ആ ദേശം കീഴടങ്ങും. A nation will fall in the front of someone who's filled in the Holy Spirit. പരിശുദ്ധാത്മാവുള്ളവൻ നടന്നാൽ അറിയാൻ പറ്റും. We will know who is filled in the Holy Spirit. ഇന്ന് പകൽ ഈ സഭ അങ്ങനെ ഒന്ന് കേറി വരട്ടെ. I wish for this congregation to be like that. പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന One that is governed by the Holy Spirit. പരിശുദ്ധാത്മാവ് യേശു പോയതിനു ശേഷം അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് കൈമാറിയപ്പോ Was the Holy Spirit only came after Jesus left. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് ആക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് He said, I am going to leave the Holy Spirit with you. അടുത്ത വാക്ക് ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ചെയ്തതിലും അധികം. And you will do beyond what I did. എങ്ങനെ ചെയ്യാൻ പറ്റും? How will we do it? യേശു ചെയ്തതിലും അധികം. How will you do beyond what Jesus did? യേശു ചെയ്തതിനേക്കാളും അപ്പുറമായി. How will you do even more than what Jesus did? ഇന്ന് പകലെ ആരോടോ ദൂത് കൈമാറുന്നു. അഭിഷേക്ത ദൈവദാസന്മാരെ, യേശു ചെയ്തതിനേക്കാളും അപ്പുറമായി നമ്മളെ കൊണ്ട് കർത്താവിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. Christ wants us to do something that even Jesus didn't do here.
ഓ സ്തോത്രം. അവന്റെ നിഴലെങ്കിലും അടിച്ചാൽ സൗഖ്യം. Even his shadow brings healing. എന്താ? പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവരാണ് അവൻ. Only with those filled in the Holy Spirit. ഈ പൗലോസിന്റെ മിഷണറി യാത്ര, ഒന്നാം യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി അവനെ ഉറ്റുനോക്കി. Even when Paul started his first mission trip, he was filled with the Holy Spirit. പരിശുദ്ധാത്മാവ് ഉള്ളവനായി നിറഞ്ഞൊന്ന് നോക്കിയാൽ, If you look at someone who's filled in the Holy Spirit, പൈശാചിക മണ്ഡലം അവന്റെ മുമ്പിൽ കിടികിട വിറയ്ക്കും. the demonic bondages will break in front of him. They will be ഇന്ന് nervous. പകലിൽ ഞാൻ ആരോടൊക്കെയോ ദൂതായി കൈമാറുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നാളുകളായി പിശാച് ഇങ്ങനെ കയറി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തെ ഇന്ന് പകലിൽ, ഇന്ന് രാത്രി അഭിഷേകത്തോടെ നിറഞ്ഞ് നീ ഒന്ന് ഉറ്റുനോക്കിയാൽ പൈശാചിക മണ്ഡലം നിന്റെ കാൽ കീഴിൽ പാമ്പുകളെയും If you look at the things that are happening in your family, filled with the Holy Spirit, those snakes, ശത്രുവിന്റെ സകല those enemies, ബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന ലഭിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഇതിനകത്ത് മൗനമായിരിക്കരുത്. God has given you authority to step on those things. Why are ആമേൻ, you sitting ആമേൻ, silently? ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. Acts 7:37. When a woman who had lived a sinful life in that town learned that Jesus was eating at the Pharisee's house, she brought an alabaster jar of perfume. And as she stood behind him at his feet weeping, she began to wet his feet with her tears. Then she wiped them with her hair, kissed them, and poured perfume on them. I don't think that's സോറി. 55-ാമത്തെ വാക്യം. Acts 7:55. ഇത് കേട്ടപ്പോൾ അവൻ കോപവരസനായി അവന്റെ നേരെ പല്ല് പല്ല് കടിച്ചു. കടിച്ചു. അവനോ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇതാരാ? സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. Stephen was one filled in the Holy Spirit. അതിന്റെ തൊട്ടുമുകളിലുള്ള വാക്യം പറയുന്നു. 54-ാമത്തെ വാക്യം. The fifth, ഇത് കേട്ടപ്പോ കോപവരസനായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവന്റെ നേരെ പല്ല് കടിച്ചു. they were gnashing their teeth against him. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷേകമുള്ളവന് എതിരെ പല്ല് കടിച്ചാൽ, If you come against the one filled in the Holy Spirit, അവനെതിരെ കോപം ജ്വലിച്ചാൽ, if you're enraged against him, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ, if he is filled in the Holy Spirit, അടുത്ത കാര്യം നടക്കുന്നത് അവന് വേണ്ടി സ്വർഗം തുറന്നു. and the next thing that's going to happen is heaven will be ഏ opened. ഇന്ന് രാത്രി ആരോടൊക്കെ ദൂത് കൈമാറുന്നു? God is saying something to you today. പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞാൽ If you are filled in the Holy Spirit, നിനക്ക് വേണ്ടി സ്വർഗത്തെ ചലിപ്പിക്കാൻ പറ്റുന്ന heaven itself will open for you. അവനോ ഈ കോപം ജ്വലിച്ചവനോട് നോക്കി അവൻ കോപം ജ്വലിച്ചെന്നല്ല പറഞ്ഞത്. It doesn't say that he got angry at those who were enraged by him. നമ്മൾ അങ്ങനല്ല ചെയ്യുന്നേ. നമ്മൾ like ഓരോരുത്തൻ that? കോപിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? തിരിച്ച് We're the opposite. If someone does get mad at us, we also get mad at them. നിങ്ങൾ ആരും ന്യൂയോർക്കാരും ചെയ്യത്തില്ലല്ലേ? പാവം, ഞങ്ങൾ ഫിലദൽഫിയക്കാരാ ചെയ്യുന്നത്. സ്തോത്രം. നമ്മൾ കേരളത്തിലുള്ളവർ ചെയ്യത്തില്ല അച്ഛാ. സ്തോത്രം, എന്നോടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കോപം വന്നു കഴിഞ്ഞാൽ If you get angry, നമ്മുടെ കുടുംബത്തിനകത്തെ നമ്മൾ ഒരാളൊന്ന് ചൂടായാൽ അടുത്ത ആൾ അപ്പം എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടണം. if someone in our family gets angry, what happens with us? We also get angry. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ സ്തോത്രം പോയി. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ഉപവസിക്കുന്നവരോട് ഏറ്റവും വലിയ പോരാട്ടമുള്ളത് ഈ കോപം പിടിപ്പിക്കുക എന്നുള്ളതാണ്. Those who are fasting, the biggest obstacle is anger. ഇതിനകത്ത് ഉപവസിക്കുന്നവരുണ്ടോ? Are there people who fast here? 21 days ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ടോ ഇതിനകത്ത്? Are there people doing 21 days fasting here? അവരോട് ചോദിച്ചാൽ മനസ്സിലാകും, ചുമ്മാ അങ്ങ് ദേഷ്യപ്പെടും. If you ask them, they'll tell you that they just get angry for no reason. അത് പിശാചിന്റെ തന്ത്രമാണ്. That's the enemy. കാരണം
ഇത് നീ ദേഷ്യപ്പെട്ട അടുത്ത സെക്കൻഡിൽ അവൻ നിന്ന് പറയാം നീ ദേഷ്യപ്പെട്ടിട്ടായിരിക്കുന്നേ. ആത്മാവ് ഉള്ളവനാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. But if you're someone filled in the Holy Spirit, you will recognize that. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ എനിക്കൊരാളോട് ദേഷ്യപ്പെട്ടിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. Just like I said last time, I'm not someone who can get angry and then go and pray. ഞാൻ കയറി സ്റ്റേജിൽ കയറി നിന്നാൽ എന്നെ ഇങ്ങനെ കുത്തും, ഇങ്ങനെ നീ എന്നാലും ദേഷ്യപ്പെട്ടില്ലേ. Then when I get on the stage, it's the Holy Spirit is, poking me, saying, "Didn't you get angry? Didn't you get angry?" ഇന്ന് ഇതിനകത്ത് ആരൊക്കെയോ കുടുംബത്തിനകത്ത് കർത്താവ് എന്തോ ഒരു പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. God is wanting and desiring to do something in your ചില family today. കുടുംബത്തിനകത്ത് ചെറിയ വാക്കിനകത്ത് പോലും കയറി പിടിക്കുന്ന ആ ഒരു പൈശാചിക മണ്ഡലത്തെ ആത്മാവി ബ്രേക്ക് ചെയ്തോണം. The Holy Spirit wishes to break whatever disagreements happen because of small words. സ്തോത്രം 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 സ്തോത്രം. അച്ഛൻ ഒരു വാക്ക് പറയുന്നതേ ഉള്ളായിരിക്കും, അമ്മാമ്മ കയറി അതിനെ കയറി പിടിക്കും. Yeah, one person says one thing, another person will jump onto that. ചുമ്മാതെ പിള്ളേരെ അതുവഴി പോവായിരിക്കും, പിള്ളേരെ കയറിഞ്ഞോണ്ടും. You'll start bickering with the kids. പിന്നെ അവിടെ പ്രാർത്ഥന നടക്കുമോ? Will prayer happen there? അയ്യോ നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. It doesn't happen in your house. പാസ്റ്റർ നിങ്ങളുടെ വിശ്വാസികൾ സൂപ്പറാട്ടോ. ഇത് പിശാചിന്റെ തന്ത്രമാണ്. These are the tricks of the enemy. പരിശുദ്ധാത്മാവ് നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരുന്നോണം. You should test it, and if you understand it, then you should be quiet. പ്രത്യേകിച്ച് ഈ ഉപവസിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നവർ വരും. Especially to those who are fasting, the enemy will come and try to provoke you. ചിലപ്പം ഭർത്താവായിരിക്കും, ചിലപ്പം ഭാര്യയായിരിക്കും, ചിലപ്പം കുഞ്ഞുങ്ങളായിരിക്കും. It might be husband, might be wife, it might be your children. അത് പിശാചിന്റെ ഒരു തന്ത്രം. അവർ വ്യാപരിക്കുന്ന ദുരാത്മാവാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. But that doesn't mean they're filled with the enemy, but that's the tool of the enemy. സ്തോത്രം. അതൊരു പൈശാചികമണ്ഡലം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാ പിശാച്. The enemy is testing us. നമ്മൾ ഈ ഉപവസിക്കുമ്പോൾ ഭയങ്കര വിശപ്പ് തോന്നാറുണ്ടോ? When you fast, you feel hungry. സ്തോത്രം. അതേ ഉള്ളന്നല്ലേ. നമുക്ക് അതുവരെ ഇല്ലാത്ത ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നാറുണ്ടോ ചോദിച്ചാ? You want food that even you didn't want till then. സ്തോത്രം. ഇതൊക്കെ പിശാച് കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. These are the tricks of the enemy. സ്തോത്രം സ്തോത്രം. സ്റ്റീഫനെതിരെ അവർ പല്ല് കടിച്ചു കോപമുള്ളവരായി തീർന്നു. They clashed their teeth and were enraged at Stephen. പക്ഷേ സ്തെഫാനോസ് ഒന്നും മിണ്ടിയില്ല. But Stephen didn't say anything. നീ മിണ്ടാതിരിക്കണം. You have to be quiet. പക്ഷെ നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. But you have to be filled in the Holy Spirit. അവന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അവനോട് ചോദിച്ചാൽ പറയും എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ അവൻ അത് ചെയ്തില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്വർഗത്തിലേക്കൊന്ന് നോക്കി. He could give a reply, but he wasn't doing that. He was looking at heaven. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ ഉറ്റു നോക്കി. He was looking at someone who was filled with the Holy എങ്ങോട്ടാ Spirit. നോക്കിയെന്നറിയാമോ? Where was he looking? അവൻ സ്വർഗത്തിലേക്കൊന്ന് നോക്കി. He was looking at heaven. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ He was looking at heaven, and അവൻ കണ്ടത് സ്വർഗം അടച്ചിട്ടിരിക്കുന്നതല്ല. he didn't see heaven closed. അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം. When he looked into heaven, he saw God's ദൈവത്തിന്റെ glory. വലത്തുഭാഗത്ത് God's glory. ഞാൻ ഇന്ന് ആത്മാവിൽ ഇതിനകത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതിനകത്ത് മഹത്വം ഇറങ്ങി നിൽക്കുന്നുണ്ട്. There's glory here today. ഇതിനകത്ത് ഗ്ലോറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. There's glory here today. ഈ സഭയ്ക്കകത്ത് ഒരു ഗ്ലോറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. There's glory in this church. ഇതിനകത്ത് ഒരു ആത്മ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നുണ്ട്. There's the presence of the Holy Spirit here. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. There's the Holy Spirit here. ഇന്നലെ രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അടുത്ത മണിക്കൂറുകൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിന്നോടൊപ്പം ചലിക്കാൻ ആ ദൈവത്തിന്റെ ദൂതന്മാർ. ഓ റബകദല നിറയെ വേറൊന്നും കൊതിക്കരുത്. Don't desire anything else. Desire to be filled in the Holy Spirit. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക വിഷയത്തെ മാറ്റിവെക്ക് കുഞ്ഞുങ്ങളെ. Just like I said this morning, take away your earthly desires. നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ കൊതിച്ചു നോക്കിയേ. Try to desire the things of heaven. സ്വർഗം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൗതികം പുറകെ വരും.
after heaven does your heavenly thing, God നിങ്ങൾക്ക് വേണ്ടുന്നത് സ്വർഗത്തിന് അറിയാം എന്താണെന്ന്. heaven knows what you need. അത് ആ ടൈം ആകുമ്പോൾ നിന്റെ കൈ കൊണ്ടു തരാൻ പറ്റും. That will be given into your hand. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, The Holy Spirit says today, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ if you get filled in the Holy Spirit, അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ when he looked into heaven, ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ he saw the glory of God. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മീതെ ആ മഹത്വം വീഴണം. That glory has to fall on some people here today. മോശ കാണാൻ ആഗ്രഹിച്ചത്, What Moses wanted to see, മോശ കാണാൻ ആഗ്രഹിച്ചത്, Moses wanted to see. എനിക്ക് നിന്നെ ഒന്ന് കാണണം, You want to see it too. നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ ഓ Say to God that you desire that too. ഷാബ്രകതലകതനമഹസ്മിയതിരി ചെഗൽ കമനഗസിയതര ലേഖനിയ ലബസ്മതിനി ചെഗൽ കമനഗസിയ മഹത്വത്തെ ചുമക്കുന്ന ചില സ്റ്റേഫാനോസുകൾ ഇതിനകത്ത് നിന്ന് പൊങ്ങട്ടെ. ദൈവത്തെ ചുമക്കുന്ന മഹത്വത്തെ ക്യാരി ചെയ്യുന്ന ചിലരെ ഇന്ന് ദൈവത്തിന് ആവശ്യമുണ്ട്. There are some people like Stephen here who carry the glory of പൗലോസേ, God. നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊന്ന് നോക്കിയാൽ അശുദ്ധാത്മാക്കൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. If you're filled in the Holy Jesus, Spirit, demons Jesus. will fall. പത്രോസേ, നീ പോയാൽ ചിലത് സംഭവിക്കും. Peter, if you go, something will കാരണം happen. നിന്റെ മേളിൽ അഭിഷേകമുണ്ട്, Because you're filled, you're anointed. നിന്റെ മേളിൽ പരിശുദ്ധാത്മാവുണ്ട്. You're filled in the Holy Spirit. ഇന്ന് രാത്രി എത്ര പേര് അത് കൊതിക്കുന്നവരുണ്ട്? How many people desire that today? ഇന്ന് രാത്രി എനിക്ക് വേണ്ടി സ്വർഗത്തെ തുറക്കുന്ന ഒരു മഹത്വം. There's a glory that opens heaven for me. There's a glory that opens heaven for me. Rabakala Katara Sharakatala Kateria Lema Katara Bakasmiantini Rabala Katara Jagatara Marahasvetiria. ഈ മഹത്വത്തെ ക്യാരി ചെയ്യാൻ പറ്റണം. Carry this glory. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കണം. This Holy Spirit, carry it. അങ്ങനെയാണെങ്കിൽ നിന്റെ നിഴലിനകത്ത് ദൈവ സാന്നിധ്യം അടിക്കും. Then wherever you stand, there will be the Holy Spirit. യേശുവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ലാവണ്യമുള്ള വാക്കുകളായിരുന്നു. There were sweet words, the words of Jesus. എന്താ അർത്ഥം? എന്താ? പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. There was the Holy Spirit was with him. നിന്റെ വാക്കിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ If your words have the Holy Spirit in them, നിന്നോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാകുന്നത് പോലെ there will be attraction to you. പലരും നിന്നോട് ചോദിക്കും, ഇവൻ എവിടുന്ന് ഈ ജ്ഞാനമെന്ന്. They'll ask, how did he get so much wisdom? ഇവൻ തച്ചന്റെ മകനല്ലേ? How does he get this? ഇവൻ തച്ചന്റെ മകനല്ലേ? If he's just a carpenter's ഇവൻ son, എവിടുന്ന ഈ ജ്ഞാനം? where did he get this wisdom? ഒന്ന് ആത്മാവുള്ളവനായി മാറി. Because he became ഇന്ന് so filled with പകലിൽ the Holy നിനക്കൊരു Spirit. ജ്ഞാനം കുറവാണെങ്കിൽ, If you want to be filled in wisdom, നിനക്ക് ബുദ്ധിയില്ലെങ്കിൽ, if you don't have much നിനക്ക് brains, കഴിവില്ലെങ്കിൽ, if you don't have much talent, നീ ഒന്ന് ആഗ്രഹിക്ക, just desire this. എന്റെ മേളിൽ പരിശുദ്ധാത്മാവൊന്ന് നിറയണമെന്ന്. Please let me be filled in the Holy നിന്റെ മേളിൽ Spirit. പരിശുദ്ധാത്മാവൊന്ന് നിറയണമെന്ന്. Please let me be filled in the പ്രിയ Holy Spirit. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് അത് മാത്രമേ പറയാനുള്ളൂ. Kids, that's what I have to say to നീ you. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ Be filled in the Holy Spirit. If you're നീ filled in the Holy പേടിക്കുന്നത് Spirit, നിനക്ക് സംഭവിക്കത്തില്ല. whatever you fear will not നീ happen to you. പരാജയ ഭീതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ അതിനെ ആരാധിച്ച് അതിന്റെ മേൽ ജയമേറ്റെടുക്ക. If you have fear of failure, worship and that will be gone. ചില മരണഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. വിശ്വസിക്കുന്നവർ ആരാധിച്ചു തുടങ്ങട്ടെ. നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ, Our ministry, our church has to be filled in the Holy Spirit. തിരുവചനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്, ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ, When the church was filled in the Holy Spirit, then the ministers could do the ministry. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ മഹത്വത്തെ ഇതിനകത്ത് റിലീസ് ചെയ്യപ്പെടുമെന്ന് പറയാ. ജീസസ്, അത് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ
ഒരു പുതിയ നിയോഗത്തിന്റെ പുതിയ അഭിഷേകത്തിന്റെ ഒരു സ്വർഗ്ഗം തുറക്കുന്ന ദൈവമഹത്വം നിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് ചിലരെ കാണിക്കാൻ. ആരുണ്ട് നിന്റെ കണ്ണിനകത്ത്? ആര് കണ്ടിട്ടില്ലാത്തത് അഭിഷേകമുള്ള നീ കാണും. ആര് കണ്ടിട്ടില്ലാത്തത്, ആര് കേട്ടിട്ടില്ലാത്തത് നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ. What no one has seen, what no one has heard, God will do. എല്ലാ കണ്ണുകളും അടയട്ടെ. Close all eyes. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശു പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു. Jesus was one filled in the Holy Spirit. പരിശുദ്ധാത്മാവ് വന്നപ്പോ When the Holy Spirit came, അവന്റെ ലിമിറ്റേഷനെ അവൻ ബ്രേക്ക് ചെയ്തു. he broke all the limitations. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ടൈമിനെ അവൻ ബ്രേക്ക് ചെയ്തു. He broke the time. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് പിശാചിട്ടിരിക്കുന്ന ചില ടൈമിനെ ഇന്ന് ആത്മാവ് ബ്രേക്ക് ചെയ്യണം. Then the Holy Spirit is breaking the ties in your life today. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, Be filled in the Holy Spirit. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ യാത്ര ചെയ്താൽ Be filled in the Holy Spirit and travel. നിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയും കൊണ്ടിട്ട് പിശാചി പേടിപ്പിക്കാൻ പറ്റത്തില്ല. Then the enemy cannot put any obstacle in front of you and make ഇന്നലെ break രാത്രി fear. നമ്മൾ കേട്ടതുപോലെ What we heard last night. സമയത്തെ പേടിക്കുന്നവരായിട്ടല്ല, സമയം നമ്മളെ പേടിക്കുന്നവരായി മാറണം. Not people who fear time, but time fears us. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ചിലരുടെ സമയത്തെ തിരുത്തി മാറ്റിവെക്കുന്ന Then God will rewrite time for you today. ആ അഭിഷേകത്തിന്റെ സാന്നിധ്യം That anointing will be on you today. കൊതിക്കുന്നവരുണ്ടെങ്കിൽ To those who desire it, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങട്ടെ. to those who speak in tongues, please speak in അഭിഷേകം tongues. പ്രാപിക്കാത്തവർ യേശുവിൻ രക്തം പറഞ്ഞു തുടങ്ങട്ടെ. Those who haven't spoken in tongues, ഈ just say സെക്കൻഡ് the name of മുതൽ ഈ Jesus. അറ്റം മുതൽ ഒരറ്റം വരെ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. Let the Spirit of God move from one corner to the next. ഈ ശുശ്രൂഷ പോരാ ദൈവമക്കളെ, This is not enough. ഈ ദൈവമക്കൾ പോരാ ഇതിനകത്ത്. This is not enough. ഈ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്നത്, This Holy Spirit moves. ആ മൈറ്റി പവർ ക്യാരി ചെയ്യുന്ന The Holy Spirit carries. ഒരു തലമുറ എഴുന്നേൽക്കാൻ There's a generation that ഈ rises. സഭയ്ക്കകത്ത് മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. There will be missionaries from this church. മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. There ഈ missionaries rise. സഭയ്ക്കകത്ത് മഹത്വത്തെ ക്യാരി ചെയ്യുന്ന The people who carry the glory from this church. മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. Let them rise. കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. Let the kids rise. യേശുവിൻ രക്തം പറഞ്ഞ് അഭിഷേകം പ്രാപിക്കാത്തവർ തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കാൻ എന്റെ ദൈവം പോകത്തില്ല. Come on, come on. എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണോ അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Glorify God however you know how. ഹേ ശാരഖതരതല റബഖതതതബരഹേ റിബഖതതദബബബബബബബബ കത്തടേ യേശുവിന്റെ നാമത്തിൽ the mighty power നിന്റെ സിറ്റുവേഷനെ മാറ്റിമറിക്കുന്നതാണ്. ആ mighty power ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാണ്. ആ mighty power യേശുവിന്റെ നാമത്തിൽ in the name of Jesus യേശുവിന്റെ നാമത്തിൽ ചിലതിനെ തകർക്കുന്ന പ്രിയന പ്രബലം ശകല പ്രബലം എല്ലാ കരകളും അടിച്ച് ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നിന്റെ മേളിൽ പുതിയ അഭിഷേകത്തെ സ്വർഗ്ഗം ഇടുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകളെ ഭാവിയെ ബന്ധിച്ചത് ഇന്ന് രാത്രി സ്വർഗ്ഗം പൊട്ടിക്കുകയാണ്. നിന്നിൽ പകരപ്പെട്ട അഭിഷേകത ശബ്രഖതര രേഥേരെ ഭാരധൂരം ഈഗ പ്രബോധി സ്പഥിനിമിലകസ്മി
Laki mahasmetini. Leki raboshyatara. Laki namahaspatini. ആത്മാവിൽ ചലിക്കുന്ന സഭകൾ ആത്മാവിൽ നിറഞ്ഞ സഭയായി ശബ്രകതന വൈഡ പ്രഭാരിയ Rabakataramaha, Shebrekatelamahasmi, Ribakatalamausmidini, Chegal Kamanagas Matiniba, Anyabashagli, Eshuvinda Namatilaha, Eshuvinda Namatilaha, Ninda Mugali Karakan the Nugate, Ninda Meli Karakan the Abhishegata, Wadikina, Ho Shabrakatara. Shabrakatalabalahaspi. Ratara. Lakadakatara. Rebekatera Bahoshia. Lekenia Lamaspatini. Rikal Kamanagas Mato Shiatini. Shabrakatala Bahasmiti. Shabrakala Mahasmiti. Lekinias Matela Balagasmiti. Hallelujah. Praise Jesus. Praise Jesus. ഈ അഭിഷേകമുണ്ടെങ്കിൽ നിനക്ക് ഉയർപ്പുള്ളൂ. ഈ അഭിഷേകമുണ്ടെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ നീ ഉയർപ്പെടുന്നേൽക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കൊതിക്കുന്ന ദൈവമക്കളുണ്ടോ? Only if you have this Holy Spirit will you rise from the dead. If you desire that, please say it. നമുക്ക് സ്വർഗ്ഗത്തിൽ പോണോ? Do you want to go to heaven? നിനക്ക് ഉയർപ്പിന്റെ ശക്തി വേണോ? Do you want the strength of resurrection? അഭിഷേകം എന്ന പുതപ്പ് നിന്റെ മേൽ ഇല്ലാത്ത കാലത്തോളം. Do you want the blanket of holiness? സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് എന്നെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ആ വാക്യം ഒന്ന് വായിക്കാം. I'm going to read a verse. എഫേസ്യർ 1:23 വാക്യം. Ephesians 1:23. ഒന്ന് വായിച്ചേ. 23 വാക്യം. Which is his body, the എല്ലാറ്റിനും എല്ലാം ഇതാർക്കാ കൊടുത്തിരിക്കുന്നത്? സഭയാരാ? സഭയാരാ? Who is the church? സഭയാരാ? Who is the church? സഭയാരാ? Who is the church? ചങ്കുറ്റത്തോടെ പറ, ഞാനാണെന്ന് പറ. Say it, it's me. Say that it is me. എല്ലാറ്റിനും എല്ലാം. Everything of everything. ചിലതെന്നല്ല പറഞ്ഞത്. It's not just some. വിഷയത്തിന് അങ്ങനെയാ പറഞ്ഞേ? It says no, that's not what it says. It says everything of everything. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കാൻ കഴിവുള്ളവൻ. The one that can fill everything. നിന്റെ ആത്മീയത നിറയ്ക്കാൻ കഴിവുള്ളവൻ.
നിന്റെ തലമുറയെ നിറയ്ക്കാൻ കഴിവുള്ളവൻ, The one that can fill your നിന്റെ house. സഭയെ നിറയ്ക്കാൻ The കഴിവുള്ളവൻ one that can fill your church. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. He is here today. He is here tonight. എല്ലാറ്റിനെയും എല്ലാം നിറയ്ക്കുന്നവൻ, നിറവാക്കുന്നവൻ, അവന്റെ സഭയാകുന്നവ. Those who become his church, those who become his body. നിറവ് വേണോ? അവന്റെ സഭയായി തീരണം, അവന്റെ ശരീരമായി മാറണം. Then become his body, become his church. അങ്ങനെയാണെങ്കിൽ If that is the case, ഇന്ന് സ്വർഗം ചിലരെ നിറയ്ക്കും. then today that will happen. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ, നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന ഞാൻ പറ. The one who fills everything, I will become part of his body. അത് കൊതിക്കുന്ന ദൈവമക്കളുണ്ടോ ഇതിനകത്ത്? Or those who desire that here? ആ കൊതിക്കുന്ന ദൈവമക്കളുണ്ടോ ഇതിനകത്ത്? Or those that desire that here? എല്ലാം ചിലത് നല്ല പറഞ്ഞത് ദൈവം Not just some, everything. ലിറ്റിൽ ചെയ്യാമെന്നല്ല പറഞ്ഞത് എൻ്റെ ദൈവം. Not a little. എല്ലാം Everything. എല്ലാം Everything. എല്ലാം Everything. നിനക്ക് വേണ്ടുന്നതെല്ലാം, Everything you want and നിന്റെ desire. ആത്മീയതയ്ക്ക് വേണ്ടുന്നതെല്ലാം, Everything your spirituality നിന്റെ ഭൗതിക requires. നന്മകൾ വേണ്ടുന്നതെല്ലാം, Everything your earthly നിന്റെ desires തലമുറയ്ക്ക് needs. വേണ്ടുന്നതെല്ലാം, Whatever your generation നിന്റെ സഭയ്ക്ക് needs. വേണ്ടുന്നതെല്ലാം Whatever your church ഇന്ന് needs. നിറയ്ക്കാൻ He can fill it today. എന്റെ ദൈവം Our God. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. He is here tonight. He's here ആ today. നിറവായവനെ കൈക്കൊള്ള, Please receive that fullness. ആ നിറവായവനെ കൈക്കൊള്ള, Receive that fullness. ആ നിറവായവനെ കൂടെ കൊണ്ടുപോ. Receive it and go. പ്രകഥലബരഗതിരി ശബ്രഖതരെ ബലഗോഷ്മിയാന്തിരി. ഇന്ന് പലയിടത്തും ദൈവപുറത്ത് നമ്മൾ അകത്തുക. In a lot of places, God is inside and we are outside. Oh, wait, no. Opposite. നമ്മൾ അകത്തും യേശു പുറത്തുക. Okay, sorry. We are inside and God is outside. That is the case in a lot of places. അങ്ങനെ ആകരുത്. Don't be like that. നമ്മുടെയൊക്കെ പണ്ട് വീടുകളുടെ മുമ്പിൽ എഴുതി വെക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ക്രിസ്തു ഈ വീടിന്റെ പുറത്താ എഴുതിയേക്കുന്നേ. It says in a lot of people's house, Jesus is the Lord of this house. സത്യത്തിൽ നിന്റെ വീട്ടിൽ യേശു ഉണ്ടോ? Is there God in your house? നിന്റെ സഭയ്ക്കകത്ത് യേശു ഉണ്ടോ? Is God in your church? ആ പരിശുദ്ധാത്മാവുണ്ടോ? Is the Holy Spirit there? ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയ്ക്കകത്ത് ആ യേശു വന്നിട്ടുണ്ട്. I believe that Jesus is here. ഈ സഭയ്ക്കകത്ത് ആ യേശു ഉണ്ട്. I believe that Jesus is here. അവനെ കൂടെ കൊണ്ടുപോയി. അതുകൊണ്ടല്ലേ മോശ പറഞ്ഞത്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കല്ലേ. Don't send me if your presence is not there. That is what Moses said. വിക്കനായ മോശ പറയുക, നിന്റെ സാന്നിധ്യം എനിക്കില്ല എങ്കിൽ, That is what the stutterer Moses said. If your എനിക്ക് presence is not രാജാവിന്റെ there, മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. then I don't want to sit here. I need your presence. I need your presence. ഇന്ന് രാത്രി ആരാഗ്രഹിക്കുന്നവരുണ്ട്? How many here? എന്റെ കൂടെ ആ സാന്നിധ്യം ഒന്ന് വരണം. I want that presence with me. സഭയ്ക്കകത്ത് വരുമ്പോ മാത്രം പോരെന്നേ. Not just when you come to church. നിന്റെ വീടിനകത്ത്, In your house. നീ കൂടെ, നീ വാഹനം ഓടിക്കുമ്പോ, When you're in the car. നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ, When you're by yourself. നിന്നോട് സംസാരിക്കുന്ന, When you're just talking. നിന്റെ കൈക്ക് പിടിക്കുന്ന, നിനക്ക് വഴികാട്ടിയായി തരുന്ന A God who holds your hand, a God that sits ഒരു with you. ദൈവമുണ്ട്. There's a God like that. എല്ലാറ്റിനും എല്ലാം The fullness of everything. നിറയ്ക്കുന്നവൻ, That one that fills everything. ഇന്ന് പകലിൽ, ഇന്ന് രാത്രി അവനെ കൊണ്ടേ പോകാവൂ. Only go with him tonight. ഈ ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. You have to keep praying while you're here. അവൻ നിറയ്ക്കാതെ പോകത്തില്ല. He will not leave you without being filled. എന്റെ ദൈവം വന്നിട്ടുണ്ടെങ്കിൽ കാര്യം സാധിപ്പിക്കാതെ പോകത്തില്ല. My God will not come without finishing his യേശു mission. വന്ന ഒരാളെങ്കിലും, യേശു വരുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ചിലപ്പോഴൊക്കെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഞാൻ ത്രില്ലടിക്കാറുണ്ട്. ദൈവം ഒരുത്തിന് വേണ്ടിയൊക്കെ, ഒരാൾക്ക് വേണ്ടിയൊക്കെ അക്കരയ്ക്ക് പോകും, അല്ലെങ്കിൽ ഇക്കരെ വരും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
Jesus is the kind of God who goes places for just one person. He will go above and beyond for just one person. ഗദരദേശത്ത് പോയത് ഒറ്റ ഒരുത്തിന് വേണ്ടിയാണ്. He went there for one man. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇതിനകത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി യേശു വന്നിട്ടുണ്ട്. Then Jesus has come here for just one person. എന്നിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയാ വന്നതെന്ന് നീ പറഞ്ഞ നിനക്ക് വേണ്ടിയാ യേശു വന്നേക്കുന്നത്. If you believe Jesus came for you, he came for you. സ്വോത്രം ഇന്ന് ആ യേശു വന്നിട്ടുണ്ട്. That God is here today. നിന്റെ സ്ഥിതികളെ മാറ്റാൻ, Your situation will change. നിന്റെ ആത്മീയ സ്ഥിതികളെ മാറ്റാൻ. Your situations will ഞാൻ change. ഭൗതികമല്ല ഇന്ന് ഇവിടെ I'm പറയുന്നത്. not just talking about earthly situation. നിന്റെ ഭൗതികം പരിശുദ്ധാത്മാവ് കൊണ്ടുതരും, എനിക്കത് വിഷയമല്ല. The Spirit will bring your earthly ഞാൻ situation. കൊതിക്കുന്ന വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവാ. What I'm desiring is അങ്ങനെ fullness of Spirit. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. Are there people who desire fullness of Spirit? സകലത്തിനും എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന Fullness of everything, the one that fills everything. ആ സഭയാകുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇന്ന് നിറയുക. The Holy Spirit says, be filled.